നമസ്കാരം. ജീവിതമാർഗം തേടി പശ്ചിമ ബംഗാളിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയ കുടുംബത്തിലെ ഒരു 15-കാരി. ഇവിടെ അവളെ കാത്തിരുന്നത് മനുഷ്യവേഷമണിഞ്ഞ ചെകുത്താന്മാരായിരുന്നു. കുറെ കാലമായി സൗഹൃദം ഭാവിച്ചിരുന്ന യുവാവ് അവളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അത് ക്രൂര പീഡനത്തിനാണെന്ന് ആ പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. അയാളും 4 സുഹൃത്തുക്കളും ചേർന്ന് അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശരീരത്തിൽ അവരേൽപ്പിച്ച മുറിവുകൾ ഉണങ്ങിയേക്കാം, എന്നാൽ മനസ്സിലുണ്ടായ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. പേടിയോടെ അല്ലാതെ അവൾക്കിനി കേരളത്തെക്കുറിച്ച് ഓർക്കാൻ പോലുമാകില്ല. കോഴിക്കോട് 15-കാരിയെ മലയാളി യുവാക്കൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കോഴിക്കോട് രാമനാട്ടുകരയിൽ 15 വയസ്സുകാരിയായ ബംഗാൾ സ്വദേശിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഈ മാസം 19-ന് കാണാതായ പെൺകുട്ടിയെ 20-ാം തീയതി ഉച്ചയോടെ പീഡനത്തിനിരയായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ ശരീരമാസകലം മുറിവേറ്റ പാടുകളാണ്. ലഹരി നൽകിയതായും കുട്ടി പോലീസിന് മൊഴി നൽകി. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ബംഗാൾ പോലീസും കോഴിക്കോടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. രാമനാട്ടുകരയിലെ മാളിൽ തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പെൺകുട്ടി. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വൈകിട്ടും വീട്ടിലെത്താതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. കുട്ടിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കാറിലെത്തിച്ച് വീടിനടുത്ത് ഇറക്കി വിടുകയായിരുന്നു. ശരീരമാസകലം ചോരയൊലിപ്പിക്കുന്ന മുറിപ്പാടുകളുണ്ടായിരുന്നു. മാളിൽ വെച്ച് മലയാളിയായ യുവാവാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. वो आदमी लेके खराब काम करता है, खराब काम करते वो 4-5 आदमी 6 आदमी खराब कर दिया। बच्चा कब लापता हुआ? बच्चा वो 2 बजे लेके गया, 2 बजे लेके गया, वो सुबह में 10 बजे रूम में दे दिया, रूम को पास छोड़ दिया। मेरा तो थाना में, मैं पुल आदमी थाना में, अभी मेरा फोन में आया तो रूम पे लड़की आ गया, रूम पे लड़की आ गया. 15-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിലെ പ്രതികളെ പിടികൂടുന്നത് വൈകിയതോടെ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനായി ബംഗാൾ പോലീസ് സ്ഥലത്തെത്തി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ പോലീസ് സംഘത്തിനൊപ്പം നഗരസഭാ കൗൺസിലർ അടക്കമുള്ളവരുണ്ട്. അന്വേഷണ സംഘവുമായി ബംഗാൾ പോലീസ് ആശയവിനിമയം നടത്തി. खून पीगी तो तेरे को छोड़ देंगे। तो वो खुद वो आरफिना को मार के हाथ काटा के खून निकाला, फिर आरफिना को पिलाया, खून पिला के बोल रही है ठीक है तू किसी को मत बोल, कल सुबह मैं जाके तेरे को 50,000 दूंगी और एक मोबाइल भी दूंगी, 50,000 दूंगी, किसी को मत बोल, बोलेगी तो तेरे जान से मार दूंगी. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുണ്ട്. തനിക്ക് ലഹരി നൽകിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് പ്രതികളുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും പോലീസിന് കിട്ടി. വൈകാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കോഴിക്കോട്. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉടൻ കേസെടുക്കില്ല. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലെ ഇര നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതിയെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടെന്ന നിലപാടിലാണ് പോലീസ്.
വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാളെ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന വെളിപ്പെടുത്തലിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ബാലാവകാശ കമ്മീഷനും ഷിൻഡോ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതിയിൽ പോലീസ് ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യില്ല. യുവതികളിൽ ആരെങ്കിലും നേരിട്ട് പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തി. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സമീപിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം. ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. പരാതിപ്പെടുമെന്നറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ, ഹൂ കെയേഴ്സ് എന്നായിരുന്നു മറുപടിയെന്നും യുവതി വെളിപ്പെടുത്തി. യുവതിയുമായി രാഹുൽ സംസാരിച്ച വീഡിയോ കോളിന്റെയും മെസ്സേജിന്റെയും സ്ക്രീൻഷോട്ടും പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നേരിട്ട സൈബർ ആക്രമണം സംബന്ധിച്ച എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇമെയിലിലൂടെയാണ് പരാതി അയച്ചത്. ഏറ്റവും ഭീകരമായ സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നാണ് ഹണി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPMും BJPയും പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. LDF MLAമാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിനിടെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ കോഴി ചത്തതിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും പരാതിയുമായി ഒരാൾ രംഗത്തെത്തി. മഹിളാ മോർച്ച പ്രവർത്തകർ പാലക്കാട്ടെ MLA ഓഫീസിലേക്കാണ് കോഴികളുമായി പ്രകടനം നടത്തിയത്. ജന്തുദ്രോഹ നിവാരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനായ ഹരിദാസ് മച്ചിങ്ങൽ പോലീസിന് പരാതി നൽകിയത്. മൃഗസംരക്ഷണ വകുപ്പ് മേധാവിക്കും അനിമൽ വെൽഫെയർ ബോർഡിനും ഇതേ പരാതി കൈമാറിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അർദ്ധരാത്രി നടുറോഡിൽ കാർ തടഞ്ഞ മന്ത്രിപുത്രന്റെ ഷോ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ താരവുമായ മാധവ് സുരേഷ് തിരുവനന്തപുരത്ത് റോഡിൽ ബഹളം വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ഈ സംഭവങ്ങൾ. ഇരു കൂട്ടർക്കും പരാതി ഇല്ലാത്തതിനാൽ പോലീസ് കേസ് എടുത്തിട്ടുമില്ല. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ ശാസ്തമംഗലത്തായിരുന്നു സിനിമാ താരം കൂടിയായ മന്ത്രിപുത്രന്റെ സിനിമാ സ്റ്റൈൽ പ്രകടനം. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് വാക്കേറ്റത്തിലും മന്ത്രിപുത്രന്റെ ആക്രോശത്തിനും വഴിവെച്ചത്. KPCC അംഗം വിനോദ് കൃഷ്ണയായിരുന്നു എതിർഭാഗത്ത്. വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് വെച്ചെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് മാധവ് സുരേഷിനോട് ജീപ്പിൽ കയറാൻ പറഞ്ഞു. പിന്നെ പോലീസുമായായി തർക്കം.
മാധവ് മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിലാണ് വിനോദ് പോലീസിനെ വിളിച്ചത്. സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. ഇരു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കോതമംഗലത്ത് വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം. ഊന്നുകല്ലിന് സമീപത്ത് ആൾതാമസമില്ലാത്ത വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വൈദികനാണ് വീടിന്റെ ഉടമസ്ഥൻ. കൊലപാതകമാണോ എന്ന് സംശയത്തിലാണ് പോലീസ്. മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. കുറുപ്പംപടി ഭാഗത്ത് നിന്ന് കാണാതായ സ്ത്രീയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. ഈ സ്ത്രീയുടെ മക്കൾ സ്ഥലത്തെത്തിയെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോതമംഗലം ഊന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ ഉടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പിന്നിലെ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ട് ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. വെള്ളിയാഴ്ച വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ദുർഗന്ധം വമിക്കുന്നത് കണ്ട് ഫാദർ മാത്യൂസ് പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത്. ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് എനിക്ക് തോന്നി. എൻ്റെ കൂടെ എൻ്റെ സുവിശേഷകരുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നിച്ച് മാത്യൂസ് ബ്രദറും ദീപക്ക് ഞങ്ങളെല്ലാം ഒന്നിച്ച് കയറി കഴിഞ്ഞപ്പോൾ സ്മെല്ല് അനുഭവപ്പെട്ടു. ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്ന് അതിൻ്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ച് വേണ്ടതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും അവരെ അറിയിച്ചു. അവർ വേണ്ടതുപോലെ ചെയ്തു. ഇതിൻ്റെ ആദ്യം ഇവിടെ ഹോട്ടൽ റെൻറ്റിന് പോയിരുന്നു. അത് പിന്നീട് അവർ വിദേശത്ത് പോകാൻ എന്തോ സാഹചര്യം കൊണ്ട് അവർ വെക്കേറ്റ് ചെയ്തു. പിന്നെ അടുത്ത ആൾ എടുത്തു. ആളിപ്പോൾ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളുകളായി വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. SP ഹേമലത അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വിശദ പരിശോധനകൾ നടത്തിയാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് SP ഹേമലത പറഞ്ഞു. മൊത്തം ജില്ലയിനകത്തും ബോർഡറിംഗ് ജില്ലേൻ്റെ അകത്തുള്ള മിസ്സിംഗ് കേസുകളൊക്കെ എടുത്ത് ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട്. നമ്മളൊരു സംശയം, ഒരു മിസ്സിംഗ് കേസിൻ്റെ സംശയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള രേഖകൾക്കായാലും ഈ മൃതദേഹം എടുത്തിട്ട് അതിൻ്റെ ബേസിക് പരിശോധനകളും ഫോറൻസിക് പരിശോധനകളും TNCയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോഡി എടുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഫർദർ പരിശോധനകളൊക്കെ നടത്തുന്നത്. അതുമാത്രമേ നമുക്ക് സംശയത്തിലുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനായിട്ട് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പിടിക്കാനും അവരെ പരിശോധിക്കാനും അവരെ എൻക്വയറി ചെയ്യാനുള്ള ടീമും ഫോം ചെയ്തിട്ടുണ്ട്. അതും പാരലൽ. സംഭവം കൊലപാതകമാണോ എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. ആലപ്പുഴ തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ വയോധികയുടെ കൊലപാതകത്തിൽ വീടിന് തൊട്ടടുത്തുള്ള പള്ളി ജീവനക്കാരൻ അറസ്റ്റിൽ. മണ്ണഞ്ചേരി സ്വദേശി അബൂബക്കറാണ് അറസ്റ്റിലായത്. മരിച്ച റംലത്തിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തോട്ടപ്പള്ളി സ്വദേശിനി റംലത്തിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. റംലത്തിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പള്ളിയിലെ ജീവനക്കാരനാണ് പിടിയിലായ പ്രതി അബൂബക്കർ. ഇയാൾക്ക് റംലത്തുമായി അടുപ്പമുണ്ടായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ പ്രതി റംലത്തിന്റെ വീട്ടിലെത്താറുണ്ടായിരുന്നു.
ഈ വീടുമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിൽ അന്വേഷണം ആദ്യത്തെ ഇൻക്വസ്റ്റ് നടത്തിയത് CA ആണ്. ആ ഇൻക്വസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായത് ഈ സ്ത്രീയുമായിട്ടൊരു അടുപ്പമുള്ള ഒരാളാണെന്നുള്ളത് ആ ഇൻക്വസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായത്. കാരണം ആ സ്ത്രീയുടെ ബോഡി വളരെ കൃത്യമായിട്ട് കവർ ചെയ്ത് മൂടി അവരൊരു അന്തസ്സ് പോകാത്ത രീതിയിൽ ഇതിന് ശേഷം ബെഡ്ഷീറ്റിട്ട് മൂടി അതിൻ്റെ മുഖവും മറച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കൊലപാതകത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രതിയിലേക്ക് എത്തുന്ന വലിയൊരു സൂചനയായിരുന്നു. പിന്നീട് CDR നോക്കി 100ഓളം CCTVകൾ അതിൽ ഉറങ്ങാതെ എല്ലാവരും ഉറങ്ങാതെ ഈ ടീമിലൊരു വലിയൊരു ടീം വർക്കായിരുന്നു. ഇയാൾ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. വീടിന് സമീപം കണ്ട ബീഡിയും കാണാതായ റംലത്തിന്റെ മൊബൈൽ ഫോണും സമീപത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിയെ റംലത്തിന്റെ ഒറ്റപ്പുരയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 ആലപ്പുഴ. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലപാതക കേസായി മാറ്റി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. ഇനിയെങ്കിലും കേസിന് തുമ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം. ദീർഘനാളത്തെ കാത്തിരിപ്പിനാണ് ഫലം കാണുന്നതെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് കൂടി സർക്കാർ തയ്യാറാകണമെന്ന പ്രതീക്ഷയും പ്രവീൺ പങ്കുവച്ചു. പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവസാനം 8 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരും. അതിനു മുമ്പുള്ള രീതിക്ക് ബന്ധുക്കളെയും ഞാൻ ഇറ്റലിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണേലും എന്നെയും വളരെ മാന്യമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആളുണ്ട് എന്ന് കാണിച്ച് കബളിപ്പിക്കാൻ പ്രതിക്ക് പറ്റി. 2017 ഡിസംബർ 20 ബിന്ദു എന്ന ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയുടെ തിരോധാനം പട്ടണക്കാട് പോലീസിന്റെ ക്രൈം ഫയലിൽ ഇടം പിടിക്കുന്നത് ആ ദിവസമാണ്. ഒരു സ്ത്രീ പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ആൾമാറാട്ടവും വ്യാജരേഖകളുമടക്കം ചമച്ച് അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യപ്പെട്ടിട്ടും അവർ ജീവനോടെയില്ലെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് നീണ്ട 8 വർഷം വേണ്ടിവന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ സഹോദരൻ പ്രവീൺ മാത്രമായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നത്. പ്രവീൺ ആകട്ടെ വിദേശത്തും. ഇത് സെബാസ്റ്റ്യന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി. ക്രിമിനൽ ബുദ്ധിയുള്ള സെബാസ്റ്റ്യൻ ബിന്ദു ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചും പിന്നെയും വിലസി. ജൈനമ്മ കേസിൽ കോട്ടയത്തെ ജില്ലാ ജയിലിലാണ് നിലവിൽ റിമാൻഡിൽ സെബാസ്റ്റ്യൻ ഉള്ളത്. ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിലും സെബാസ്റ്റ്യന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതോടെ ഒരു പെണ്ണിനെ സ്നേഹം നടിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊലപ്പെടുത്തിയ കൊടും ക്രൂരനായ വ്യക്തിയുടെ മറ്റൊരു ആധികാരിക ചിത്രം കൂടി പുറത്തുവരികയാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ കുറ്റക്കാരൻ? പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന് തെളിയിച്ച് എല്ലാ ഒത്താശയും ചെയ്ത ചേർത്തലയിലെ ആദ്യ അന്വേഷണ സംഘത്തിനും ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ? 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIRന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഇല്ലേ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ തന്നെ ഇല്ല. ഇത് എന്തോ ഒരു ഇൻക്രിമെന്റിന്റെ വിഷയമൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇത് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ അതിനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പേരൊക്കെ പതുക്കെ പുറത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ
വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ എഫ്ഐആർ ഇടാൻ പോലും 70 ദിവസം വേണ്ടിവന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിവന്നത് 6.5 മാസവും 15 ദിവസവും. സെബാസ്റ്റ്യനു വേണ്ടിയുള്ള പോലീസിന്റെ ഒത്താശയ്ക്ക് ഇതിനുമപ്പുറം എന്ത് തെളിവ് വേണം? ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും സിന്ധുവിനും ബിന്ദുവിനുമെല്ലാം ഇനിയെങ്കിലും നീതി കിട്ടുമോ? ഇതിന്റെ പുറകിലൊക്കെയുള്ള ബുദ്ധിയും പുറകിലൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം പതുക്കെ പുറത്തു വരട്ടെ. എങ്കിലും ഈ കാലതാമസം വന്നുപോയതിന്റെ ഒരു കുറ്റബോധവും സങ്കടവും എനിക്കില്ലായകയില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ അന്വേഷണം വരും, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ 6 ദിവസത്തോളം അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചുവെന്ന് പരാതി. മുതലമട മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയ്യനാണ് മർദ്ദനമേറ്റത്. മുതലമട ഊർക്കുളം വനമേഖലയിലുള്ള ഫാം സ്റ്റേയുടെ ഉടമയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ വെള്ളയ്യനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലമട ഊർക്കളം വനമേഖലയിലാണ് പരാതിക്കാസ്പദമായ സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു വെള്ളയ്യൻ. ഈ സമയം പ്രദേശത്തെ ഫാം സ്റ്റേയിൽ പറമ്പിൽ മദ്യക്കുപ്പി കിടക്കുന്നത് കണ്ട യുവാവ് മദ്യം കുടിച്ചു. ഇതോടെ ഫാം സ്റ്റേയിലെ ഉടമ വെള്ളയ്യനെ മർദ്ദിക്കുകയും ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട് 6 ദിവസത്തോളം പട്ടിണിക്കിടുകയും ചെയ്തുവെന്നാണ് പരാതി. ഇന്നലെ രാത്രി മുതലമട പഞ്ചായത്ത് അംഗം കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ മോചിപ്പിച്ചത്. 2 வீரத்துக்கு 10 வீரர் கணக்கு சொன்னாங்க. 10 வீரர் கணக்கெடுத்து போனால் போதுன்னு சொல்லங்காட்டி உங்கள் அம்மா வந்து பணம் தர்றேன்னு சொல்லி அன்னைக்கு காலை விட்டு போகிறங்காட்டி அது முடியாது, பணம் கட்டிட்டு போனால் போதும். இன்னைக்கு கஞ்சியில் மேலே வளர்க்க வச்சுட்டாங்க. அவன் அடித்தா உதத்த எல்லாம் பண்ணினான். 5 நாளாக பண்ண 5 நாளாக தான். சாப்பாடு ஒரு எத்தனை நேரம் கொடுத்தாங்க சார்? சாப்பாடு எப்பவுமே ஒரு நேரம் தான் கொடுக்குறாங்க. ஒரு நாளைக்கு ஒரு நேரம் அடியும் இருக்குது, சாப்பாடும் ஒரு நேரம். ஆமாம். அவரை ஒரு வாரமாக காணாங்கிற நேரத்தில் எங்களுக்கு இங்கே ஒரு வேலைக்கு வந்த ஒரு தகவல் கிடச்சி நாங்கள் இங்கே வந்தோம். இங்கே வந்து பார்க்கும்போது பொம்பளைகள்லாம் கஞ்சா மயக்கத்தில் போகிறாங்க. இங்கே கஞ்சாவும் விபச்சாரமும் எனக்கு நடக்கிறதா இன்னைக்கு தான் தெரிஞ்சது. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെള്ളയ്യനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അട്രോസിറ്റി പ്രകാരം കേസെടുക്കണം. അനധികൃതമായി പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടാകണം. ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കും വേണം. ഫാം സ്റ്റേയുടെ പ്രവർത്തനം അനധികൃതമാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നിസ്സാര കാരണങ്ങൾ പോലും വലിയ അക്രമങ്ങളിൽ കലാശിക്കുന്ന കാലമാണ്. ടിക്ടോക്കിൽ ഗൾഫിലുള്ള അളിയൻ ചീത്ത പറഞ്ഞതിനെ തുടർന്ന് മലപ്പുറത്ത് യുവാവിനെ ബാർബർ ഷോപ്പിൽ കയറി 4 സംഘം കുത്തി വീഴ്ത്തി. നിറമരുതൂർ പത്തമ്പാട് ആലിൻ ചുവട്ടിലാണ് ഈ സംഭവം. കാറിലെത്തിയ അക്രമി സംഘത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് കടപൂട്ടിപ്പോയ ആലിഞ്ചുവട് സ്വദേശി പിലാത്തോട്ടത്തിൽ മുഹമ്മദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തിരൂർ BP അങ്ങാടി സ്വദേശി നജീബിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. പറവണ്ണ പുത്തങ്ങാടി സ്വദേശികളായ സുൽത്താൻ, ജംഷീർ എന്നിവരും കണ്ടാലറിയുന്ന മറ്റൊരാളുമാണ് ആക്രമിച്ചത് എന്നാണ് പരാതി. തന്നെ അക്രമി സംഘം ഫോൺ ചെയ്ത് കടയിലേക്ക് വിളിച്ചു വരുത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് പറയുന്നു. എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നജീബിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പെട്ടെന്ന് ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഷോപ്പിലേക്ക് വന്ന് ഞാൻ കടയിൽ കയറുമ്പോൾ അവർ ഈ കടയിൽ കയറിക്കാണ്ട് ഈ ഡോർ അടച്ചുകാണ്ട് പിന്നെ അകത്തേക്ക് ഇട്ടുകാണ്ട് ഒരു ഭീഷണി, ഒരു ഉപദ്രവിക്കാൻ വരുന്ന തന്നെയാണ് കയറി കടയിൽ കയറി വന്നത്. കയറി വന്നുകൊണ്ട് അവർ
പിന്നെ എന്നോട് കുറേ ശകാരിക്കുകയും പിന്നെ കച്ചറുണ്ടാക്കുകയും ചെയ്തു, അടിക്കാൻ നമുക്ക് ചെയ്തു. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കടയാണ്, നിങ്ങൾ പിന്നെ കടന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്ത് പിന്നെ അതൊന്നും കൂട്ടാക്കാതെ തന്നെ പുറത്തേക്ക് അവിടെ നിന്ന് പുറത്തേക്ക് തള്ളി വിടിയത്. അതിലായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ മുഖത്തേക്ക് കുത്തുകയും പിന്നെ കുറേ ചീത്ത വിളിക്കുകയും ചെയ്തു. ഗൾഫിലുള്ള മുഹമ്മദിന്റെ അളിയനും നജീബും തമ്മിൽ ടിക്ടോക്കിലൂടെയുണ്ടായ ചീത്തവിളിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുഹമ്മദിന്റെ സഹോദരൻ യാക്കൂബ് പറഞ്ഞു. ഞാൻ എന്നിട്ട് നജീബിന്റെ അടുത്ത് പോയി പറഞ്ഞിരുന്നു, എടാ പിന്നെ എൻ്റെ അനിയനാണ് ഇതിനു മുമ്പ് നിന്നെ ഫോണിൽ സംസാരിച്ചത്, അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നജീബിനടുത്ത് പറഞ്ഞാണ്, എൻ്റെ അനിയനാണ് നിന്നെ അടുത്ത് സംസാരിച്ചത്, അപ്പോൾ ഈ പ്രശ്നം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണം. പക്ഷെ നമ്മൾ കൂട്ടുകാരല്ലേ, അപ്പോൾ ഇതുമായിട്ട് ഉള്ള എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അത് ഞാൻ നോക്കിക്കോളാം, അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞാൽ എനിക്ക് വാക്ക് കൊടുത്തുകൊണ്ട് കൈ കൊടുത്ത് പിരിഞ്ഞതാണ് ഞങ്ങൾ. എന്നതിൻ്റെ ശേഷമാണ് പിന്നെ ആരും കാണാത്ത ആരില്ലാത്ത സമയം നോക്കിയിട്ട് അവർ 4 പേരും പാടെ വന്നുകൊണ്ട് കടൻ്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. സംഘം കട അകത്തു നിന്ന് പൂട്ടിയ ശേഷമാണ് മുഹമ്മദിനെ ആക്രമിച്ചത്. കുതറിമാറി കുട്ടികളുടെ മുടിവെട്ടാൻ ഉപയോഗിക്കുന്ന പലകയെടുത്ത് വീശിയതോടെയാണ് സംഘം ചിതറിമാറിയത്. ഇതിനിടയിൽ കടയിൽ നിന്ന് പുറത്തിറങ്ങിയ മുഹമ്മദ് നാട്ടുകാരെ വിവരം അറിയിച്ചു. ഇത് കണ്ട 4 സംഘം കാറുമായി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം വർക്കലയിൽ ഹൃദ്രോഗിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നേരെ അസഭ്യവർഷവും മർദ്ദനവും. വർക്കല കൂരക്കണ്ണി തൃക്കേട്ടയിൽ 55 വയസ്സുള്ള സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. കൂലി കൂടുതൽ വാങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സുനിൽകുമാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കൊച്ചുവിള ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനവുമായി സവാരി കാത്തു കിടക്കവേ കാറിലെത്തിയാണ് അക്രമികൾ ഹൃദ്രോഗിയായ സുനിൽകുമാറിനെ മർദ്ദിച്ചത്. സുനിൽകുമാറിന്റെ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ 100 രൂപ കൂലി വാങ്ങിയത് കൂടിപ്പോയെന്ന് പറഞ്ഞ് ആദ്യം ഒരാൾ ചോദ്യം ചെയ്യുകയും പിന്നീട് മർദ്ദിക്കുകയുമായിരുന്നു. ഒരാൾ നേരിട്ട് പരിചയമുള്ള ആളാണെന്നും ഒപ്പമുണ്ടായിരുന്ന മറ്റു 3 പേരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും സുനിൽകുമാർ പറഞ്ഞു. വണ്ടി സ്റ്റാൻഡിൽ ഇട്ടിരുന്നു, വണ്ടി വന്ന് കൊടുത്തിട്ട് പിന്നെ 3 പേരായിട്ട് ഇടിച്ച് റിയാസാണ് മെയിനായിട്ട് ഇടിച്ചത്. അവൻ്റെ കൂടെ ഉള്ളവരും 3 പേരുണ്ടായിരുന്നു. അവനെ കണ്ടാലേ അറിയാത്തത് അതുപോലെ ഇടിച്ച് അത് ആട്ടോയുടെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. 100 രൂപ വണ്ടിക്കാരൻ തന്നു. വണ്ടിക്കാരൻ തന്നിട്ട് അവൻ പോയപ്പോൾ അമ്മ വന്ന് എന്നെ വന്ന് അടിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ് അവശനിലയിലായ സുനിൽകുമാറിനെ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുനിൽകുമാറിന്റെ പരാതിയിൽ വർക്കല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഓൺലൈൻ തട്ടിപ്പുകൾ അനുദിനം വർദ്ധിക്കുകയാണ്. CBI ഉദ്യോഗസ്ഥനായി ചമഞ്ഞ് ഇടുക്കിയിലെ വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. തൃശൂർ പകരപ്പള്ളി സ്വദേശി വെളുത്തേടത്ത് കാട്ടിൽ ഹാരിസ് മുഹമ്മദാണ് അറസ്റ്റിലായത്. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മയുടെ കയ്യിൽ നിന്നും 18,72,000 രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. വീട്ടമ്മയുടെ പേരിലെത്തിയ പാഴ്സലിൽ ലഹരിമരുന്ന് കണ്ടെത്തിയെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. CBI ഉദ്യോഗസ്ഥർ ആണെന്നും വീട്ടമ്മയെ വെർച്വൽ അറസ്റ്റ് ചെയ്തുവെന്നും പണം നൽകിയാൽ രക്ഷപ്പെടുത്താമെന്നും സംഘം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 55 പവൻ സ്വർണം പണയം വെച്ച് തുക കൈമാറി. പിടിയിലായ ഹാരിസ് മുഹമ്മദിനെ 2ാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൃശൂരിൽ നിന്നുമാണ് ഇയാളെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്.
വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയും പണം അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്ത പ്രധാന പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്കൗണ്ടിൽ വാങ്ങിയ പണം പിന്നീട് 17 വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് മാറ്റി പിൻവലിക്കുകയായിരുന്നു. വീട്ടമ്മയ്ക്ക് വന്ന ഫോൺ കോളിന്റെ ടവർ ലൊക്കേഷൻ വടക്കേ ഇന്ത്യ ആയതിനാൽ അന്തർ സംസ്ഥാന സംഘത്തിന് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ പയ്യന്നൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ പിടിയിലായത് 3 കൗമാരക്കാരാണ്. റെയിൽവേ സ്റ്റേഷൻ സമീപം കൊച്ചിയിൽ 2 കടകളിൽ മോഷണവും സമീപത്തെ സൂപ്പർ മാർക്കറ്റിൽ മോഷണ ശ്രമവുമാണ് സംഘം നടത്തിയത്. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. അതേസമയം പയ്യന്നൂർ കണ്ടോത്ത് 4 ഇടങ്ങളിൽ മോഷണ ശ്രമമുണ്ടായി. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കൗമാരക്കാരാണ് പോലീസ് പിടിയിലായത്. മോഷ്ടാക്കളെ പുലർച്ചെയോടെയാണ് കാഞ്ഞങ്ങാട് നിന്നും പോലീസ് പിടികൂടിയത്. ഇവരെ തലശ്ശേരി ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. ഈ മാസം 8-ന് അർദ്ധരാത്രിയിലാണ് കൊച്ചിയിലെ എൻ രഘുവിന്റെ പലചരക്ക് കടയിൽ നിന്ന് പണവും സിഗരറ്റും ചോക്ലേറ്റും മോഷണം പോയത്. ആകെ 20,000 രൂപയുടെ നഷ്ടമാണുണ്ടായത്. സമീപത്തെ MG സ്റ്റോറിൽ നിന്നും മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 12,200 രൂപയും ലഘുഭക്ഷണ സാധനങ്ങളും മോഷ്ടിച്ചിരുന്നു. 3 പേരുടെ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. കൊച്ചിയിലെ തന്നെ ഫ്രാൻസ് സൂപ്പർമാളിന്റെ പൂട്ട് തകർത്ത് ഇവർ മോഷണ ശ്രമം നടത്തിയതായും കണ്ടെത്തിയിരുന്നു. അതേസമയം പയ്യന്നൂർ കണ്ടോത്ത് 4 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി മോഷണ ശ്രമം നടന്നു. കണ്ടോത്ത് LP സ്കൂൾ, ഔഷധി മരുന്നുശാല, ലോട്ടറി സ്റ്റാൾ, സ്പെയർ പാർട്സ് കട എന്നിവിടങ്ങളിലാണ് കവർച്ചാശ്രമം നടന്നത്. കണ്ടോത്ത് LP സ്കൂളിൽ പ്രധാന വാതിൽ തകർത്ത് അകത്ത് കയറി ഓഫീസ് മുറിയുടെ പൂട്ട് പൊളിച്ചു. ഓഫീസിലെ അലമാര കുത്തി തുറന്ന് ഫയലുകൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. സംഭവ സമയത്ത് സ്കൂളിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ഗിരീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി. പരിസരത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരിൽ പലരും വ്യാജരേഖകളുമായിട്ടാണ് വരുന്നത്. പീഡനക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതിയെ പിടികൂടാനായി ഉത്തർപ്രദേശിലേക്ക് പോയ കൊട്ടാരക്കര പോലീസിന് നേരിടേണ്ടി വന്നത് ദുരനുഭവങ്ങളാണ്. പ്രതിയുടേത് വ്യാജരേഖകളായതിനാൽ കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ടു. ഒടുവിൽ അതിസാഹസികമായിട്ടാണ് പ്രതിയെ പിടികൂടിയത്. കമ്പളി വിൽപ്പനയുമായി എത്തിയ നൂറുൽ മുഹമ്മദിനെ യുവതിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച കേസിലായിരുന്നു കോടതി ശിക്ഷിച്ചത്. ഏപ്രിൽ 13-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കൊട്ടാരക്കര വെട്ടിക്കവല പ്രദേശങ്ങളിലായിട്ട് കമ്പളി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് UP-യിൽ നിന്നും ഒരാൾ എത്തിയിരുന്നു. ഇയാൾ ഒരു വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന ഒരു യുവതിയെ കടന്നു പിടിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് UP സ്വദേശിയായ നൂറുൽ മുഹമ്മദിനെ പിടികൂടുകയും ചെയ്തു. 30 വയസ്സാണ് നൂറുൽ മുഹമ്മദിന് പ്രായം. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾക്ക് 5 വർഷ കഠിന തടവിന് കോടതി ശിക്ഷ വിധിച്ച സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ അപ്പീൽ മുഖേന ഇയാൾ
ജാമ്യത്തിലിറങ്ങുകയും UP-യിലേക്ക് കടന്നു കളയുകയും ചെയ്തത്. തുടർന്ന് 3 വർഷക്കാലമായിട്ടും ഇയാളെക്കുറിച്ച് യാതൊരു തുമ്പും ലഭ്യമാകാത്തതിനെ തുടർന്ന് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണ സംഘം UP-യിലേക്ക് പ്രതിയെ പിടികൂടാനായി പോവുകയും ചെയ്തു. പ്രതിയുടെ അഡ്രസ്സ് പ്രകാരം അവിടെ തെരച്ചിലുകളും അന്വേഷണമെല്ലാം നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇയാൾ UP-യിലുള്ള ഒരു ഉൾഗ്രാമത്തിൽ ഒളിവിൽ പാർക്കുന്നു എന്ന ഒരു രഹസ്യ വിവരം പോലീസിന് ലഭ്യമാകുന്നത്. കൊട്ടാരക്കര പോലീസ് രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതിയെ പിടികൂടാനായിട്ട് ഈ ഒളിസങ്കേതത്തിൽ എത്തുകയും നൂറുൽ മുഹമ്മദിനെ സാഹസികമായി പിടികൂടുകയും ചെയ്തു. തുടർന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ഗ്രാമവാസികൾ അടക്കം പോലീസിനെ വളഞ്ഞ സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രദേശത്തെ പ്രാദേശിക പോലീസിൻ്റെ സമയോചിതമായൊരു ഇടപെടലും ഒരു സഹകരണത്തോടും കൂടി കൊട്ടാരക്കര പോലീസ് പ്രതിയെ പിടികൂടി കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്നു. കോടതിയിൽ ഹാജരാക്കിയ സാഹചര്യമുണ്ടായി. കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടാരക്കര CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ UP-യിൽ നിന്നും പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത്. കൊല്ലത്ത് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന 205 പവൻ സ്വർണവും 11 ലിറ്റർ ഇതര സംസ്ഥാന മദ്യവും പിടിച്ചെടുത്തു. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന 2 ബസ്സുകളിൽ നിന്നാണ് ഇവ പിടികൂടിയത്. 2 കേസുകളിലും പ്രതികൾ പിടിയിലായി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ പരിശോധന നടത്തിവരവെ കൊല്ലം കാവനാട് വെച്ചാണ് സ്വർണം പിടികൂടിയത്. ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ നെന്മേനി സ്വദേശി ഹരിദാസിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും രേഖകളില്ലാതെ കൊണ്ടുവന്ന 205.2 പവൻ സ്വർണം പിടിച്ചെടുത്തു. മറ്റൊരു ടൂറിസ്റ്റ് ബസ് പരിശോധിച്ചപ്പോൾ യാത്രക്കാരനായ കണ്ണൂർ ഇരിട്ടി സ്വദേശി അഭിഷേകിന്റെ പക്കൽ നിന്നും കേരളത്തിൽ വിൽപ്പനാവകാശമില്ലാത്ത 11 ലിറ്റർ ഇതര സംസ്ഥാന മദ്യം കണ്ടെത്തി. ഇയാളെയും കസ്റ്റഡിയിലെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 കൊല്ലം. യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള രാസലഹരി വിൽപ്പന സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. മലപ്പുറത്തും കൊല്ലത്തുമാണ് ഏറ്റവും ഒടുവിൽ MDMA വേട്ട നടന്നത്. കൊല്ലം ഓച്ചിറയിൽ 44.54 ഗ്രാം MDMAയുമായി ആലപ്പുഴ, എറണാകുളം സ്വദേശികൾ പിടിയിലായി. മലപ്പുറം കഞ്ഞിപ്പുര ആദവനാട് നിന്നും 1.1 ഗ്രാം MDMAയുമായി 2 പേരെ വളാഞ്ചേരി പോലീസും പിടികൂടിയിട്ടുണ്ട്. കൊല്ലം ഓച്ചിറയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 44 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശി 48-കാരൻ സന്തോഷ്, എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി 41-കാരൻ ഷിയാസ് എന്നിവരാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷ് താമസിക്കുന്ന ഓച്ചിറയിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഡാൻസാഫും പോലീസും ചേർന്ന് പരിശോധന നടത്തിയത്. ഷിയാസ് കരുനാഗപ്പള്ളി ഓച്ചിറ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളെത്തിക്കുന്ന ലഹരിമരുന്ന് സന്തോഷ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിതരണം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം കഞ്ഞിപ്പുര ആദവനാട് ജനകീയാരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് MDMAയുമായി 2 പേർ പിടിയിലായത്. കാടാമ്പുഴ തൂവപ്പാറ സ്വദേശി മുഹമ്മദ് മുഷ്ഫാർ, മാറാക്കര മരുതൻചിറ സ്വദേശി റഫീഖ് എന്നിവരിൽ നിന്നാണ് MDMA പിടികൂടിയത്. കാറിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ യുവാക്കളെ പരിശോധിച്ചപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് MDMA കണ്ടെടുക്കുകയായിരുന്നു. ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും എത്തിച്ചതായിരുന്നു മയക്കുമരുന്ന്. പ്രതികൾ ഫോണിലൂടെയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇവരിൽ നിന്ന് ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് 18 കൊല്ലം, മലപ്പുറം.
ഓണക്കാലമായതോടെ ചാരായം വാറ്റും വിൽപ്പനയും വർദ്ധിക്കുമെന്ന് കണ്ട് പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്തും കൊല്ലം കുളത്തുപുഴയിലും ചാരായവേട്ട നടന്നു. കാഞ്ഞിരംകുളത്ത് രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന വാറ്റുപകരണങ്ങളും ചാരായവുമായി ഒരാളെ എക്സൈസ് പിടികൂടി. കുളത്തുപുഴയിൽ ചാരായവുമായി 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര എക്സൈസ് സർക്കിളും സംഘവും നടത്തിയ തെരച്ചിലിലാണ് കാഞ്ഞിരംകുളത്ത് ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന വാറ്റുപകരണങ്ങളും ചാരായവുമായി കാഞ്ഞിരംകുളം സ്വദേശി അയ്യപ്പനാണ് പിടിയിലായത്. ഇയാളുടെ വീടിന്റെ പിൻഭാഗത്തെ കോഴിക്കൂട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്ന് 150 ലിറ്ററോളം വാഷ്, 6 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയും കണ്ടെത്തി. ഓണവിപണി ലക്ഷ്യമിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കാൻ തയ്യാറാക്കിയതാണ് ചാരായമെന്ന് അയ്യപ്പൻ മൊഴി നൽകി. കുപ്പി ഒന്നിന് 2000 രൂപ വരെ ഈടാക്കിയായിരുന്നു വിൽപ്പന. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും ഇയാൾ വിപണി കണ്ടെത്തിയിരുന്നു. അയ്യപ്പൻ മുൻപും സമാനമായ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. കൊല്ലം കുളത്തൂപ്പുഴയിൽ ചന്ദനക്കാവ് സ്വദേശി ചന്തുവിന്റെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ചാരായം പിടിച്ചത്. പ്രതികൾ ചാരായം വാറ്റുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് നടത്തിയ റെയ്ഡിൽ ചന്തു, ഷൈജു, പ്രിജിത്ത്, സുരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ റെയ്ഡും മറ്റും നടത്തിയ വരവെ ഇന്നേ ദിവസം 12:30 ചന്ദനക്കാവ് ജംഗ്ഷനിലെത്തിയപ്പോൾ ചന്ദനക്കാവ് നിച്ചഭൂമി മറിച്ച് വടക്കേ ചെറുകര നിച്ചഭൂമിയിൽ പ്രിജിത്തിന്റെ വക വീട്ടിൽ ചാരായം മാറ്റുന്നതായി അറിഞ്ഞ് ഈ സ്ഥലത്തെത്തിയപ്പോൾ 4 പേർ, അതായത് വിജിത്ത്, സത്യരാജ്, സുരാജ്, ഷൈജു എന്നിവർ ചാരായം മാറ്റി കുടിച്ച് ഇരിക്കുകയും ബാക്കി വാഷ് വീണ്ടും ചാരായം നിർമ്മിക്കുന്നതിനായി ശേഖരിച്ചു വയ്ക്കുന്നുണ്ട്. പോലീസ് പിടികൂടുമ്പോൾ സംഘം മദ്യലഹരിയിലായിരുന്നു. ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയ വാറ്റുപകരണങ്ങളും വാഷ്, കോട എന്നിവയും സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് സംഘം നശിപ്പിച്ചു കളഞ്ഞു. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലാൽ, വിനോദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, കൃഷ്ണദാസ്, നന്ദു, ഗിരീഷ്, അഭിരാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. കാസർഗോഡ് ASIയെ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെ ASIയും കുറ്റിക്കോൾ സ്വദേശിയുമായ മധുസൂദനനാണ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറൻമൂട് റേഷൻ ഗോഡൌണിൽ നിന്നും റേഷൻ അരി കടത്തിക്കൊണ്ടുപോയ കേസിലെ 2ാം പ്രതി പിടിയിൽ. സ്റ്റോക്ക് കസ്റ്റോഡിയൻ പേരൂർക്കട സ്വദേശി ധർമ്മേന്ദ്രനാണ് വെഞ്ഞാറൻമൂട് പോലീസിന്റെ പിടിയിലായത്. കൊല്ലം കൊട്ടിയത്ത് ബൈക്കിലെത്തി യുവതിയുടെ മാല കവർന്ന പ്രതി പോലീസ് പിടിയിൽ. പിടിയിലായത് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശി അനസ്. തൊടുപുഴ ഉടുമ്പന്നൂരിൽ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊന്നത്തരി സ്വദേശി ശിവഘോഷിനെ തൂങ്ങി മരിച്ച നിലയിലും പാറത്തോട് സ്വദേശിയായ മീനാക്ഷിയെ തൊട്ടടുത്ത മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറയുന്നു. വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിന്റെ ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.